ഇതൊരു ലൂപ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആദ്യം ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ട്രിഗർ ഉണ്ടാകുന്നു. ഉദാഹരണത്തിന്, ആരെങ്കിലും നമ്മളെ വിമർശിക്കുന്നു എന്ന് വെക്കുക. ഉടൻ തന്നെ നമ്മുടെ ഉള്ളിൽ ആ പഴയ പ്രോഗ്രാം ഓണാകും. പിന്നെ നമ്മളൊന്നും ആലോചിക്കില്ല, ആ പ്രോഗ്രാം പറയുന്ന പോലെ അങ്ങ് പ്രതികരിക്കും. ഒരുപക്ഷെ അപ്പോൾ തന്നെ ദേഷ്യപ്പെടും. ഈ സൈക്കിൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ ഓട്ടോമാറ്റിക് സൈക്കിൾ കാരണം നമ്മളെല്ലാവരും അറിയാതെ ഒരു വലിയ തെറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ആ തെറ്റ് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ ആരാണെന്നതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു തിരിച്ചറിവ് ഒളിഞ്ഞിരിക്കുന്നത്. ഈ സ്ലൈഡിലെ ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. അതായത്, നിങ്ങളുടെ തലയിൽ വരുന്ന ചിന്തകളോ നിങ്ങൾക്ക് തോന്നുന്ന ദേഷ്യമോ സങ്കടമോ പോലുള്ള വികാരങ്ങളോ അല്ല നിങ്ങൾ. അവ നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നുപോകുന്ന മേഘങ്ങൾ പോലെയാണ്. നിങ്ങൾ ആകാശവും. ആ മേഘങ്ങളെ, അവ വരുന്നതും പോകുന്നതും വെറുതെ നിരീക്ഷിക്കാൻ കഴിവുള്ള ആ ശാന്തമായ ഒരിടമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ. ഈ വ്യത്യാസം ഒന്ന് നോക്കിക്കേ. ഒന്നുകിൽ നമുക്ക് നമ്മുടെ ആ ഓട്ടോമാറ്റിക് പ്രോഗ്രാമിൻ്റെ കൂടെ ചേർന്ന് ഞാൻ ദേഷ്യത്തിലാണ് എന്ന് പറയാം. അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു പടി മാറി നിന്ന് എന്റെ ഉള്ളിൽ ദേഷ്യമെന്ന വികാരം വരുന്നത് ഞാൻ കാണുന്നു എന്ന് ഒരു സാക്ഷിയെപ്പോലെ നിരീക്ഷിക്കാം. ഈ മാറ്റം വളരെ വലുതാണ്. നിങ്ങൾ ആ വികാരമല്ല, അതിനെ കാണുന്ന ആ അവബോധമാണ് എന്ന തിരിച്ചറിവാണത്.